നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്ന് ഇപ്പോഴുള്ളത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖലയിലാണ്. വ്യത്യസ്ത മേഖല എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള മേഖല തന്നെ. നമ്മുടെ ഇന്നത്തെ അതിഥി വളരെ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ അത്യാവശ്യമായിട്ടുള്ള ഒരു അവയവം കണ്ണ്. ആ കണ്ണിൻ്റെ ചികിത്സയിലൂടെ അനേകായിരങ്ങൾക്ക് ഒരു കാഴ്ച സമ്മാനിച്ച ഒരു വ്യക്തിത്വം. കണ്ണിൻ്റെ പ്രവർത്തനം നിലച്ചു പോകുന്ന സമയങ്ങളിൽ അദ്ദേഹത്തെ തേടിയെത്തുന്ന രോഗികൾക്ക് ഒരു വളരെ ആശ്വാസകരമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നൽകി അവരെ ഒരു പുതുജീവിതം എന്ന് പറയാൻ പറ്റത്തില്ല, അവർക്കൊരു പുതു കാഴ്ച സമ്മാനിക്കുന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹത്തിനെ നമുക്ക് എന്ത് വിളിക്കാം എന്ന് പോലും അറിയില്ല. ഡോക്ടറാണോ, വൈദ്യരാണോ, അതോ മറ്റുള്ള അത്ഭുത സിദ്ധിയുള്ള വ്യക്തിയാണോ എന്ന് പോലും പറയാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പേര് സ്വാന്തനം സന്തോഷ്. കൃത്യമായിട്ടുള്ളൊരു പേര് തന്നെ, സ്വാന്തനം നൽകുന്ന സന്തോഷ്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സ്വാന്തനം നൽകുന്ന സന്തോഷം. തീർച്ചയായിട്ടും വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യാം ശ്രീ സ്വാന്തനം സന്തോഷിനെ വിരുന്നിലേക്ക്. സർ, നമസ്കാരം. നമസ്കാരം. സന്തോഷ് സാർ, ആദ്യം തന്നെ നമ്മളുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമായ കണ്ണിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ടാണ് താങ്കളുടെ പ്രവർത്തനം കൂടുതലായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു തുടക്ക കാലഘട്ടം എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് താങ്കൾ എത്തിപ്പെട്ടത്? ഒന്നും എനിക്ക് പറയാനുള്ളത്, ഞാനൊരു പാരമ്പര്യ വൈദ്യനല്ല. അല്ല. ഞാൻ കാർപ്പൻറ്റർ വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഫർണിച്ചർ ഷോപ്പായിരുന്നു. 10-12 പണിക്കാരൊക്കെ വെച്ച് നല്ല രീതിയിൽ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ ഈ യുക്തിവാദി സംഘവുമായിട്ട് ബന്ധപ്പെട്ട് യുക്തിവാദിയായിരുന്നു. അപ്പം യുക്തിവാദി ആയതുകൊണ്ട് തന്നെ ഈ ദിവ്യാത്ഭുത അനാവരണ പരിപാടികളൊക്കെ പലയിടത്തും ചെയ്യുമായിരുന്നു. അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുക്കുക, നാവില് തീ കത്തിക്കുക, തീക്കകത്തൂടെ നടക്കുക, ശൂലം കുത്തി കയറ്റുക, ഇതൊക്കെ നമ്മൾ കാണിക്കുന്നു. അപ്പം ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മേഖല എന്ന് പറഞ്ഞാൽ അട്ടപ്പാടിയായിരുന്നു. അപ്പൊ അട്ടപ്പാടിയിലായിരുന്ന സമയത്ത് ഈ ആദിവാസികൾക്കിടയിലുള്ള പല അനാചാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഇതിനകത്തെ സത്യാവസ്ഥകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിലാണ് ആ മേഖലയിലേക്ക് തിരിഞ്ഞത്. അതിൻ്റെ ഇടയിൽ ഇപ്പൊ ആടിനെ വെട്ടുന്നുണ്ട്. അത് ആ മൃഗത്തിന്റെ സമ്മതം ചോദിച്ചതിന് ശേഷം ഒരു ബലി കൊടുക്കാറുണ്ട്. അപ്പം നമ്മളിത് ഈ ബലി കൊടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവര് ഓരോ ജപങ്ങളൊക്കെ നടത്തിയിട്ട് ഈ മൃഗത്തിന്റെ മുകളിൽ വെള്ളം തെളിക്കും, വെള്ളം പൂവൊക്കെ ഇടാറുണ്ട്. അപ്പൊ ഈ വെള്ളം ഏതൊരു ജീവിയുടെയും ഈ ചെവിയിലൂടെയോ അല്ലെങ്കിൽ തലയിലൂടെയൊക്കെ വീണ് കഴിഞ്ഞാൽ കുടഞ്ഞു കളയും. ഈ ഒരു പ്രക്രിയയാണ് അവരിത് ആ മൃഗത്തിന്റെ അനുവാദം എന്നുള്ള രീതിയിൽ അങ്ങനെയായിരുന്നു. അപ്പം ഇതുപോലെ തന്നെയായിരിക്കും പല കാര്യങ്ങളും എന്നുള്ള രീതിയിലാണ് ഞാൻ അതിലേക്ക് ഇറങ്ങി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു. അപ്പോൾ യാദൃച്ഛികമായിട്ട് നമ്മുടെ ഒരു ശാന്തിയമ്മ എന്ന് പറഞ്ഞാൽ അവര് വൈദ്യരാണെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവര് മകനുമായിട്ടുള്ളൊരു പ്രശ്നത്തില് വീട് വിട്ടിറങ്ങേണ്ടി വന്നു. അപ്പൊ അവർക്ക് ഞാൻ അഭയം നമ്മുടെ ഒരു സ്ഥലത്താണ് കൊടുത്തത്. അപ്പൊ അവരങ്ങനെ വൈദ്യരാണെന്ന് പറയുമെങ്കിലും നമ്മള് ഈ അട്ടപ്പാടിയിലുള്ള ഒരാളായതുകൊണ്ട് അട്ടപ്പാടിയിലെ വൈദ്യത്തിന് വലിയ മൂല്യം നമ്മൾ കൊടുത്തിട്ടില്ല. അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇവര് ഇപ്പം എന്റെ വൈഫിന് ഒരു സുഖമില്ലായ്മ വന്നു കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞു, മോനെ എന്റെ മരുന്ന് കൊണ്ട് കൊടുത്താൽ മതി, മാറിക്കൊള്ളുന്നു പറഞ്ഞു.
ഞാനൊന്നും ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടും അത് മാറാണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ അമ്മ പറഞ്ഞ മരുന്ന് കൊടുത്തു നോക്കാന്നുള്ള രീതിയിൽ മേടിച്ചുകൊണ്ട് പോയി കൊടുത്ത 2 ദിവസം കൊണ്ട് നല്ല മാറ്റം ഉണ്ടായി. അവളുടെ ബോഡി വെയിറ്റ് തന്നെ പറഞ്ഞു. ശരീരത്തിൽ നീരൊക്കെ പോയി നല്ല ബോഡി വെയിറ്റ് പറഞ്ഞു. നല്ല ഈസിയായി, മൊത്തം ബോഡി ഒന്ന് ഈസിയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ സുഹൃത്തുക്കൾക്ക് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം പറയുമ്പോൾ ഈ അമ്മയുടെ അടുത്ത് നിന്ന് പോയി മരുന്ന് മേടിച്ചുകൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അമ്മയുടെ അടുത്ത് നിന്ന് മരുന്ന് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷം ഞാൻ താമസിക്കുന്ന വീട്ടിൽ പൂജ നടത്തുന്നു പറഞ്ഞു. അപ്പൊ നമ്മുടെ ഈ ഒരു യുക്തിവാദിയുടെ അടുത്ത് പൂജ നടത്തുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ പേരില് ഞാൻ ശരി നമുക്ക് ചെയ്യാം അങ്ങനെ പറഞ്ഞങ്ങനെ ഉഴപ്പി പോയി. അങ്ങനെ ഒരു 3-4 മാസം അങ്ങനെ കഴിഞ്ഞു. അപ്പൊ ഒരു ദിവസം ഇവര് തന്നെ ഈ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു ഞാനൊന്ന് പൂജ ചെയ്യാം, ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇപ്പം ഒരു ഓല മേഞ്ഞ ഷെഡാണ്, നമ്മുടെ ഷെഡിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഇരുത്തിയിട്ട് ഇങ്ങനെ പൂജയൊക്കെ ചെയ്യണം. അപ്പോൾ കുറെ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്, അവലും മലരും ഒക്കെ നിരത്തി വെച്ച് ഇങ്ങനെ ഇരിക്കുക. എന്നോട് അത് പ്രാർത്ഥിക്കാറ്. അപ്പൊ ഞാൻ വലിയ ഭക്തന്റെ വീട്ട് കൈയൊക്കെ കൂട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്, അഭിനയിച്ചിരിക്കുകയാണ്. അപ്പൊ നിന്ന് കൊടുക്കുക എന്നുള്ളതിൽ അപ്പുറം വേറെ ഇല്ല. എന്താണ് ഈ കാണിച്ചു വിട്ടുന്നത് നമ്മുടെ ഈ തീന്റെ ഉള്ളത് കൊണ്ട് അതും കൂടെ ആഡ് ചെയ്താണ് നമ്മൾ നിൽക്കുന്നത്. എന്നിട്ട് ഈ അമ്മ കുറെ നേരം കഴിഞ്ഞിട്ട് നീ നിന്റെ വീട്ടു ദൈവത്തെയൊക്കെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്നും കൂടെ ഇളകിയൊക്കെ ഇരുന്നിട്ട് ഒന്നും കൂടെ കുമ്പിട്ടു, തല കുമ്പിട്ട് ഇങ്ങനെ ഇരുന്ന് ഇടയ്ക്ക് ഇങ്ങനെ നോക്കുക എന്താ ഈ ചെയ്യണേന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്നും ഇവർക്കൊന്നും പിടുത്തം കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ എന്നോട് നീ അടുപ്പിൽ പോയി കുറച്ച് ചാരം എടുത്തിട്ട് തരാം. ഞാൻ വേഗം പോയി അടുപ്പിൽ നിന്ന് ഒരു ചാരമൊക്കെ എടുത്തിട്ട് വന്നിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പൊ ഒരു മുറത്തിലേക്ക് ഈ ചാരം ഇടുക. ചാരിട്ടിട്ട് ഇങ്ങനെ അതിനകത്ത് കരിയും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നിട്ട് ഇങ്ങനെ കൈ കുറച്ച് നേരം ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ മുറത്തിനകത്തേക്ക് നോക്കിയിട്ടാണ് പറയണത്, ഇങ്ങനെ ഇവിടെ സ്ഥാനം കാണാനാണ് വീട് വെച്ചേക്കുന്നത്, പൂജ നടത്തിയിട്ടില്ല, നിങ്ങളുടെ വീട്ടിൽ ആർക്കും ഈശ്വരവിശ്വാസങ്ങളില്ല. ഇങ്ങനെ നമ്മുടെ കുടുംബത്തെ കുറിച്ചുള്ള ചരിത്രങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് പറയണം. എനിക്കറിയാം അവർക്ക് എന്നെ കുറിച്ച് എന്തുമാത്രം അറിവുണ്ടെന്നുള്ളത് എനിക്കറിയാം. പിന്നെ എനിക്ക് അവിടെ നിന്ന് പിടിച്ചു നിൽക്കാനില്ല. ഞാൻ നേരെ അവരുടെ കാലിലേക്ക് വീണു. അവിടെ കീഴങ്ങല്ലാതെ വേറെ ഒരു രക്ഷയില്ല. നമ്മുടെ അന്ന് വരെയുള്ള എല്ലാ ചിന്തകളും മാറി. പിന്നെ ഇതെങ്ങനെ ഇവർക്ക് ഇത് ഇങ്ങനെ ഈ അറിവ് മനസ്സിലായി. ഇപ്പൊ നമ്മളിപ്പോ പലപ്പോഴും നമ്മുടെ ഈ ഇങ്ങനെ ഓരോ കള്ള ജ്യോത്സ്യന്മാരും മറ്റൊരു ഒക്കെ അവരൊന്ന് പറയുന്ന ചില ആൾക്കാരെ പറഞ്ഞു വിട്ടു അവരുടെ രഹസ്യങ്ങളൊക്കെ അറിയിച്ച് പറയുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ലാത്ത ആളാണ്, ഒരു ശുദ്ധ മനസ്സാണ്. ഇപ്പം പിന്നെ ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ചുള്ള ഒരു കാര്യമല്ല, നമ്മുടെ കുടുംബക്ഷേത്രത്തെ കുറിച്ചൊക്കെ അച്ഛനൊക്കെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ആ വിഗ്രഹം പോലും ഇട്ടേക്കുന്ന സ്ഥലത്തെ കുറിച്ചൊക്കെ ഇവർ പറഞ്ഞു. അപ്പൊ ഇത് നമുക്ക് ഭയങ്കര ഷോക്കായി. അതായത് തലയ്ക്ക് പെരുപ്പ് വരുന്ന പോലെയായി ഇത് കേട്ട് എന്താ. പിന്നെ ഞാന് ഇതെങ്ങനെയാണ് പഠിക്കുക എന്നുള്ളതായി നമ്മുടെ ആഗ്രഹം മുഴുവൻ. പിന്നെ ഈ ഫർണിച്ചർ ഷോപ്പിലേക്ക് ശ്രദ്ധിക്കേണ്ടായി. ബിസിനസ് മെല്ലെ മെല്ലെ, കാരണം ഞാൻ കൂടുതൽ ഇവരുടെ കൂടുതൽ തന്നെയായി. അപ്പൊ ഞാൻ ബിസിനസ് മെല്ലെ മെല്ലെ ഇതായി ഡൗൺ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണിക്കാരെ ഏൽപ്പിക്കും, പണിയുണ്ടല്ലോ, വർക്കുണ്ട്, അവരെ ഏൽപ്പിക്കും, നമ്മളവിടെ നിൽക്കില്ല. അപ്പൊ നമ്മളവിടെ നിൽക്കാത്തതുകൊണ്ട് പണിക്കാരുടെ ഉഴപ്പുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ നടന്നു. അങ്ങനെ അവിടുന്ന് ഞാൻ പിന്നീട് ഈ ഷോപ്പ് നിർത്തി. അപ്പൊ വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര പ്രഷറായിരുന്നു. പിന്നെ നമ്മുടെ ജീവിതമാർഗമാണ് പോയേക്കുന്നത്. അപ്പം വീട്ടിലെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. അച്ഛന്റെ ഭാഗത്തുനിന്ന്, അമ്മയുടെ ഭാഗത്തുനിന്ന്, ഭാര്യയുടെ ഭാഗത്തുനിന്ന്, മക്കളുടെ ഭാഗത്തുനിന്ന് ഇവർക്കൊക്കെ ഇതായി. പക്ഷെ നമുക്കിത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ ഇങ്ങനെ കൂടിക്കൂടി വന്നു. അപ്പൊ ഇവര് പല സ്ഥലങ്ങളിൽ പൂജയ്ക്ക് പോകുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ട് പോയിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് ഇതുപോലെ ഫസ്റ്റ് ഉണ്ടാകുന്ന ഒരു അനുഭവം വേറൊരു അനുഭവമാണ്. രണ്ടാമത്തെ ഒരു ഞടുക്കം ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ്. പിന്നീട് ഉണ്ടാകുന്നത് പറഞ്ഞു കഴിഞ്ഞാല് 7 വർഷമായിട്ട് വേർപിരിഞ്ഞ് കഴിയുന്ന ഒരു ഭാര്യയും ഭർത്താവും അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി പൂജ ചെയ്യാൻ പോവാണ്. 7 വർഷമായിട്ട് ഒരു ഫോൺ വിളി പോലും ഇല്ല. ഇവരെ ഒന്നിപ്പിക്കണം, അതിന് വേണ്ടിയിട്ട് പൂജയ്ക്കാ പോകുന്നത്. അന്ന് ഈ പൂജയ്ക്ക് പോയിട്ട് അപ്പം ഞങ്ങൾ പോകുന്ന സ്ഥലം ആനയൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പൊ എന്റെ ജീപ്പിലാണ് പോകുന്നത്. അപ്പൊ ഞാൻ അമ്മേനും കൂട്ടി പോന്നു. അവിടുന്ന് ഞങ്ങൾ നേരത്തെ എത്തി, 6:30 ആയപ്പോഴത്തേ അവരുടെ വീട്ടിലെത്തി. അപ്പം ഞാൻ നമുക്ക് പൂജ കഴിഞ്ഞിട്ട് വേഗം പോകാം, ആനയൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് വീട്ടിലെത്തണ്ടേ, പോകാൻ അത് നോക്കട്ടെ എന്ന് പറഞ്ഞു. അവരും ഇതുപോലെ അവിടുന്ന് ഈ മുറത്തിനകത്ത് ഈ അന്നും ചാരല്ല ഭസ്മ ഇട്ട് വെച്ചിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു 12:30 പൂജ ചെയ്യാൻ പറ്റുള്ളൂ രാത്രി. നമുക്ക് പോകണ്ടേ, അതൊന്നും അങ്ങനെ വേഗം ചെയ്തിച്ച് നമുക്ക് പോകണം. എന്നാൽ അപ്പോഴും എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം വരുന്നുമില്ല. എന്നാ
എന്താ പറയാ കാര്യമുണ്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ്. എന്നിട്ട് അവിടുന്ന് ഇതേവരെ പൂജയൊക്കെ ചെയ്തിട്ട് പറഞ്ഞ് 10 ദിവസത്തിനുള്ളിൽ അമ്മ ഒന്ന് വിളിക്കും, നിങ്ങൾ മോളെ പറഞ്ഞു വിടരുത്, 3 മാസം കഴിഞ്ഞിട്ടേ വിടാവുള്ളൂ, അതുവരെ അവൻ വന്നും പോയി നിൽക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പൂജയൊക്കെ കഴിഞ്ഞ് പൈസയൊക്കെ മേടിച്ച് നിങ്ങൾ തിരിച്ചു പോന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ ഈ 10 ദിവസത്തിനുള്ളിൽ 10 മാസമാക്കാൻ പറഞ്ഞു. പൈസ മേടിച്ചിട്ട് പോരുന്നത് ഇത് മാന്ത്രികനെ സഹായിയൊക്കെ എപ്പോഴും വാർത്ത വരുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു 10 മാസം പറയുന്നത് അതിലടാ ഒരു വരും എന്ന് പറഞ്ഞു. അത്രയും കോൺഫിഡൻസ് ആയിട്ട് അവർ പറഞ്ഞു. എങ്കിലും അതാണ് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പോന്ന് വീട്ടിലെത്തി. പ്രശ്നമൊന്നുമില്ല. ഒരു 3-ാമത്തെ ദിവസം, അന്ന് അവർക്ക് ഫോണില്ല, അമ്മയ്ക്ക് ഫോണില്ല, എന്റെ ഫോൺ നമ്പറാണ് കൊടുത്തത്. അപ്പം 3-ാമത്തെ ദിവസം അവിടുന്ന് കോള് വരുവാണ്, ഇങ്ങനെ അവൻ വന്ന് വിളിക്കുന്നുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഇത് കേട്ട് നമുക്ക് ഭയങ്കര ഞെട്ടല്. അപ്പൊ തന്നെ ഞാൻ ജീപ്പ് എടുത്ത് നേരെ അമ്മയുടെ അടുത്ത് പോയിട്ട് അവിടെ തന്നെ വിളിപ്പിച്ചു. അമ്മ ഇന്നലെ അവർ വന്ന് വിളിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് വിളിക്കുന്നെന്ന് പറഞ്ഞു. അപ്പം അവര് ഫോണിൽ സംസാരിച്ച് ഒന്നും പോയി നിൽക്കട്ടെ, ഇതുവരെ വീട്ടിൽ തന്നെ മോളിൽ നിന്നാൽ മതി എന്നൊക്കെ പറയും. അങ്ങനെ പിന്നിപ്പോ ഒരു സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇതിനെ ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ പോയി അന്വേഷിക്കാറുണ്ട്, ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടോ പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പൊ അവരുടെ കൂട്ടത്തിലായിരുന്നുകൊണ്ട് എനിക്ക് ഇവര് ഇനി ആരെങ്കിലും വേറെ ആൾക്കാരെ വിട്ട് പറഞ്ഞു വിട്ടാണോ എന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട് നമ്മള് ഈ അമ്മയുടെ കൂടെ തന്നെയായിരുന്നു ഏകദേശം. അങ്ങനെ ആ ഒരു താമസത്തിൽ എന്റെ കുടുംബജീവിതത്തിൽ ആകെ ഒരു തകർച്ച വന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ എനിക്ക് ഇതിലേക്കൊരു ഭ്രാന്തായി. ഞാൻ ഈ മാന്ത്രികത്തെ കുറിച്ച് പഠിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പൊ ആ വൈദ്യത്തെ കുറിച്ചല്ല, മാന്ത്രികത്തെ കുറിച്ച് അറിയാനുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് അവരുടെ കൂടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു, ഒരു ഇത്ര പ്രായം കഴിഞ്ഞിട്ട് നിനക്ക് ബാക്കി ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു, നീ പിന്നെ വൈദ്യം പഠിച്ചോളാം. അങ്ങനെ അവരുടെ കൂടെ നിന്നിട്ട് ഓരോ വൈദ്യങ്ങൾ, ഓരോ മരുന്നുകളൊക്കെ എടുത്തു കൊടുക്കുന്നു. പക്ഷെ ഇവരൊരു കാര്യം നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരില്ല. ഇത് വയറുവേദനയ്ക്കാന്ന് പറയുന്ന ഒരു മരുന്ന് ഇവര് ചിലപ്പോൾ വേറെ അസുഖങ്ങൾക്കാണ് കൊടുക്കുന്നത്. അത് കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞില്ല. ഞാൻ ഈ ഓരോ രോഗികളുടെ പേരും ഫോൺ നമ്പറും എഴുതി വയ്ക്കും. എന്നിട്ട് അവർ രോഗവിവരം ചോദിച്ചറിയും. അപ്പൊ ഈ മരുന്ന് പറിക്കുകയും എടുത്തുകൊണ്ട് പോയി പൊടിക്കുകയും പായ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഞാനാണ്. അപ്പൊ ഇത് ഏതിനൊക്കെയാ കൊടുക്കുന്നത്? അപ്പൊ നമ്മളിത് നോക്കും, നമ്മളോട് വയറുവേദന എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് ഹാർട്ടിന്റെ പ്രശ്നമുള്ള ആൾക്കാണല്ലോ ആ മരുന്ന് കൊടുത്തേ, നമ്മളത് അത് നോട്ട് ചെയ്തു. എന്നിട്ട് പിന്നീട് ഇവരെ വിളിച്ച് ചോദിക്കും, എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് അത് മാറ്റമുണ്ടോ, പിന്നെ വരുന്ന അപ്പൊ അവര് നല്ല റിസൾട്ടുകൾ പറയുമ്പോൾ നമ്മൾ ആ മരുന്നുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കും. അപ്പൊ അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞ പഠിച്ചത്. അവര് പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി തന്നു, ഇത് പഠിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കി. കാരണം ഇത് ശരിക്കും എനിക്കിത് നേരെ പറഞ്ഞു തരുവാണെങ്കിൽ ഞാൻ ശ്രദ്ധിക്കും. നമ്മളായി തന്നെ പഠിക്കണം എന്ന് അവർ കരുതി കാണും. നമ്മളായിട്ട് പഠിക്കണം, അതായിരിക്കും അവരുടെ അറിവ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു ഗുരുവ് ഒരു ശിഷ്യനെ എങ്ങനെയാണ് ആ വിദ്യ പഠിപ്പിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പൊ അങ്ങനെ ഞാൻ പഠിച്ചു. അവരുടെ കൂട്ടത്തിൽ ഒരു 5-6 വർഷത്തോളം അവരുടെ കൂടെ നിന്നു, ഓരോ കാര്യങ്ങൾ പഠിച്ചു. അതിന്റെ ഇടയ്ക്ക് നമ്മൾ കാട്ടിൽ മരുന്നെടുക്കാൻ പോകുമ്പോൾ നമുക്ക് അപകടങ്ങൾ എപ്പോഴും ഏത് തരത്തിലുള്ള അപകടങ്ങൾ വരാൻ സാധിക്കും വനത്തില്. അപ്പൊ അതിന് ചെയ്യേണ്ട കുറച്ച് വിദ്യകളുണ്ട്, ചൊല്ലുകളാണ് അതെല്ലാം. അപ്പൊ ഇപ്പോഴും എനിക്ക് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ചൊല്ലുകൾ എങ്ങനെയാണ് നമ്മളുടെ ഈ ഇങ്ങനെയുള്ള അപകടങ്ങളെ നമുക്ക് മാറ്റി തരുന്നുള്ള അറിയത്തില്ല. ഇത് പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല, പക്ഷെ ഇത് ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്, യാഥാർത്ഥ്യമാണ്. അപ്പൊ നമ്മള് ആ ചൊല്ലി പോയി കഴിഞ്ഞാൽ നമുക്ക് പല അപകടം. ഇപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ചെല്ലുന്ന സമയത്ത് പാമ്പ്, ഞാൻ അടുത്ത സ്റ്റെപ്പ് ചവിട്ടുന്ന പാമ്പിന്റെ മുകളിലോട്ടാണ്. നമ്മള് കാണുമ്പോ ഒരു വള്ളി തൂങ്ങിക്കിടക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ മനസ്സിലേക്ക് പെട്ടെന്ന് പാമ്പാണ്, പെട്ടെന്ന് ആദ്യമേ ആ വള്ളി കണ്ടിട്ട് പാമ്പാണ് തെറ്റിദ്ധരിച്ചാണ്. പിന്നെ വള്ളിയാണെന്ന് വിചാരിച്ച് പിന്നെ നോക്കി സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന ഈ പാമ്പിന്റെ മുകളിലോട്ടാണ്. മനസ്സിലുണ്ടോ? അങ്ങനെ പല അപകടങ്ങളിൽ നിന്നും നമുക്ക് ഈ മുൻകൂട്ടി കാണാനുള്ളത്. പിന്നെ നമ്മള് അവിടെ ആനയൊക്കെ ഉള്ള സ്ഥലം, ഈ ആനവശ്യം ഒരു സാധനം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ചൊല്ലി കഴിഞ്ഞു കഴിഞ്ഞാല്, അത് എന്റെ മക്കൾക്ക് പിള്ളേരോടൊക്കെ ശരി ചോദിക്കുക, ഈ ചൊല്ലി കഴിഞ്ഞാല് നമുക്ക് ഈ സാധനം നമ്മുടെ അടുത്ത് പെട്ടെന്ന് വിട്ടുപോകും, ഉപദ്രവിക്കാൻ വരില്ല. അപ്പം ഇത് ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയേക്കുന്ന കേട്ടോ, ഇത് ശരിയോ തെറ്റോന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ഒരു തരംഗം, എന്തോ ഒരു തരംഗം, അത് ഈ ജീവികൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. നമ്മളുടെ ഭാഷ അവർക്ക് അറിയില്ല. ഈ തരംഗങ്ങളായിരിക്കാം, എൻ്റെ ഒരു നിഗമനമാണ്, അത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, ഈ ഒരു തരംഗങ്ങളായിരിക്കാം അതിന് ആ തിരിച്ചറിവ് ഉണ്ടാക്കുന്നത്.
ഉദാഹരണം, ഒരു പട്ടി നമ്മുടെ നേരെ ചാടി വരുമ്പോഴും നമ്മള് ധൈര്യത്തോടു കൂടി നിൽക്കുകയാണെങ്കിൽ ആ പട്ടി അങ്ങനെ കുറച്ച് നിൽക്കുകയുള്ളൂ. നമ്മൾ പേടിയാണ് പിന്നാക്കാണ് നമ്മുടെ നേരെ വരും. അപ്പൊ ഈ അതിനെങ്ങനെ അറിയുന്നത്? നമ്മളിങ്ങനെ ധൈര്യത്തോടു കൂടിയാ നിൽക്കുന്നത് എങ്ങനെ അറിയുന്നത്? ഈ തരങ്ങളിലൂടെ ആയിരിക്കുമല്ലോ മനസ്സിലാക്കാം. ഇത്രയും ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്വാന്തനം സന്തോഷ് സാർ, ഇപ്പോൾ നമ്മുടെ കണ്ണിന്റെ ചികിത്സയെ കുറിച്ച് പറയുകയുണ്ടായി. പിന്നെ അതിനേക്കാളും മികച്ച കുറെ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പൈൽസിന്, അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള വെരിക്കോസ് വെയിൻ പോലുള്ള പ്രശ്നങ്ങൾക്ക്, തലവേദനയ്ക്ക്, വിട്ടുമാറാത്ത തലവേദന, മൈഗ്രെയിൻ എന്നൊക്കെ പറയുന്ന അതിനൊക്കെ കൃത്യമായിട്ടുള്ള മെഡിസിൻ തയ്യാറാക്കി വളരെയധികം റിസൾട്ടുള്ളതാണ്. ഇപ്പം പൈൽസിൻ്റെ ഒക്കെ ഒരു മരുന്നിൻ്റെ കാര്യം തന്നെ എടുത്താൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഉപയോഗക്രമങ്ങളും അത് ഏത് സമയങ്ങളിൽ എങ്ങനെയാണ് ഒരു പേഷ്യൻ്റ് ഉപയോഗിക്കേണ്ടത്? ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യമേ മരുന്നിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കുക. ഈ ഭക്ഷണം നമ്മുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഗുണമാണോ ദോഷമാണോ ചെയ്യുന്നത് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് അതിനെ ഒഴിവാക്കുക. അത് ഒഴിവാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് മരുന്നിലേക്ക് പോയാൽ മതിയല്ലോ. ശരിയായില്ലേ? നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മള് എന്തും കഴിക്കാൻ തയ്യാറാണ്. കിഡ്നി പോയി കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് കിഡ്നി മാറ്റാം, ആ വൈദ്യുതി എടുത്തുകൊണ്ട് കിഡ്നിക്കുള്ള മരുന്ന് കഴിക്കാം. ഇതിലാണ് നിൽക്കുന്നത്. ഏതൊരു രോഗിയും നമ്മുടെ അസുഖത്തെ കുറിച്ചുള്ള ഒരു ബോധത്തോടു കൂടി ജീവിച്ചു കഴിഞ്ഞാൽ അവന് വേണ്ടതും വേണ്ടാത്തതും ഒഴിവാക്കിക്കൊണ്ട് ജീവിച്ചാൽ ഒരു മരുന്നിന്റെ ആവശ്യമില്ല. അതെ, ഇനിയിപ്പം ജീവിച്ചില്ല, അങ്ങനെ ജീവിക്കാത്ത ഒരാൾക്ക് ഒരു രോഗം വന്നു, അങ്ങനെയുള്ളവരുള്ളതുകൊണ്ടാണല്ലോ ഞങ്ങൾ അങ്ങനെയുള്ളവരുള്ളതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലുകളും ആശുപത്രിയും വൈദ്യന്മാരും ഒക്കെ ജീവിച്ചു പോകുന്നത്. അപ്പം ഇതിനെയാണ് നമ്മുടെ ഓരോ ചികിത്സാ രീതിയിൽ ഓരോ തടയിടുന്നതാണ്. നിങ്ങൾക്ക് വിറ്റാമിൻ ഡി കുറവാണ്, വിറ്റാമിൻ ഇ കുറവാണ്, ഇതേ പറയുള്ളൂ, അതിന് ഇന്നത് കഴിക്കാൻ പറയും. പക്ഷെ ഈ എവിടുന്ന് കിട്ടും, ഡി എവിടുന്ന് കിട്ടും, ഏത് ഭക്ഷണം കഴിച്ചാൽ ഈ സാധനം കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തിന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്തേക്ക് ആൾക്കാർ വരുമോ? ഇല്ല, ഒരിക്കലും. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ കണ്ണിന്റെ ചികിത്സ, നമ്മുടെ ഒരു കണ്ണിന്റെ ഒരു കാഴ്ച മങ്ങൽ വരുന്ന സമയങ്ങളിൽ നമ്മളത് ഏത് സമയം മുതൽ നമുക്ക് അതിന് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരും? അതായത് കണ്ണിന് മങ്ങൽ തുടങ്ങുക. ഒന്ന്, ഈ കണ്ണിന്റെ ഒരു കാര്യത്തില് ലോകത്തെ എല്ലാ ജനങ്ങളും ചെയ്യുന്നതാണ്. അവര് കണ്ണിനെ സംരക്ഷിക്കുന്ന ഒരു കാര്യം ചെയ്യില്ല. ഇപ്പൊ നമ്മള് കർക്കിടക മാസമൊക്കെ ആകുമ്പോഴേ ദേഹ സംരക്ഷണത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടുന്ന ഒരു കാര്യം ചെയ്യുന്നില്ല. അങ്ങനെ ഒരു അറിവ് നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ആരും അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കി വെച്ചില്ല കണ്ണിനെ സംരക്ഷിക്കാനായിട്ട്. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു രോഗവും ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തി, ഒരു രോഗം എന്നല്ല കണ്ണിനൊരു പ്രശ്നങ്ങളും ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തി, ഒരു കണ്ണ് സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ എങ്ങനെ ചെയ്യണം? കണ്ണിന്റെ കാഴ്ച സഹായിക്കുന്ന തരത്തിലുള്ള എന്തൊക്കെ ഭക്ഷണങ്ങളുണ്ട്, ആ ഭക്ഷണങ്ങൾ കഴിക്കുക. നമുക്ക് ദേഹത്ത് എണ്ണ തേച്ച് കുളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് തലയിൽ എണ്ണ വയ്ക്കുക, ശരീരത്തിന്റെ ചൂടിനെ കുറയ്ക്കാൻ വേണ്ടി, ബോഡിയുടെ ചൂട് കുറയ്ക്കാൻ വേണ്ടി. നമ്മുടെ ശരീരം ഹീറ്റ് ആയി കഴിഞ്ഞാൽ എന്താവും? എല്ലാ സാധനങ്ങളും ഉണങ്ങിപ്പോകും, ഇല്ലേ? നമ്മുടെ ഞരമ്പുകൾ ഉണങ്ങും, സ്കിൻ ഉണങ്ങും. അപ്പം ഈ ഞരമ്പുകളൊക്കെ ഉണങ്ങിപ്പോയാൽ എന്താ സംഭവിക്കുക? സർക്കുലേഷൻ ഉണ്ടായില്ല, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായി. ഞരമ്പിൽ കൂടെ വേണ്ട എല്ലാം എത്താൻ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണേലും മരുന്നാണേലും ഒക്കെ ഈ രക്തത്തിലൂടെ എത്തിയിട്ട് വേണം ഓരോ കോശങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്, വേണ്ടേ? അപ്പം ഇതിനെ ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യമേ ചെയ്യേണ്ടത്. നാടിഞരമ്പുകളെ ഉത്തേജിപ്പിക്കുക, അതിനു വേണ്ടുന്ന തരത്തിലുള്ള ജീവിതക്രമം ആചരിക്കണം. ഇപ്പം മറ്റതല്ലെങ്കിൽ ഈ മൃഗങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഇതിന്റെ ആവശ്യമില്ല. കാരണം എന്താ? അവർ ഊടുകയും ചാടുകയും എല്ലാം ചെയ്യുന്നുണ്ട്. മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെയാണോ? അല്ല. അവനെ കൂടുതലും ശരീരം ഇളകാതിരിക്കുന്ന തരത്തിൽ അവന്റെ ജീവിത രീതി. അതുകൊണ്ടാണ് ഈ രോഗങ്ങൾ ഇങ്ങനെ മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രോഗങ്ങൾ ഇന്നുള്ള രോഗങ്ങൾ പണ്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പണ്ട് ഓരോ ഇപ്പൊ ഷുഗറിനൊക്കെ ആണെങ്കിലും ഓരോ ഗ്രന്ഥങ്ങളിൽ അതിന് മരുന്ന് പറഞ്ഞേക്കുന്ന ആ രോഗം ഉള്ളത് കൊണ്ടാണല്ലോ, അല്ലേ? ഇത് ഇന്നുണ്ടായിട്ടല്ല. ഇന്ന് കൂടുതൽ അതിന് വ്യാപ്തി ഉണ്ടാകാൻ കാരണം ഈ ജീവിതക്രമം, മനുഷ്യന്റെ ജീവിതക്രമം ഈ തരത്തിലേക്ക് മാറിയത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ സന്തോഷ് സാറിന്റെ ട്രീറ്റ്മെന്റ് തേടി എത്തിയ ഒരു വ്യക്തിത്വമുണ്ട്. നമ്മൾ അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേട്ടിട്ട് വരാം. അദ്ദേഹത്തിന്റെ പേര് ഷാജി എന്നാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് വരാം. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരമാണ് ഇവിടെ വന്നിട്ടുള്ളത്. സുഹൃത്തിൻ്റെ കണ്ണ് വളരെ കാഴ്ച കുറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആളെ വൈഫ് കൈപിടിച്ച് കൊണ്ടുവന്ന ആളാണ്. പക്ഷേ ഇപ്പം വൈഫ് വേണ്ട, സ്വന്തമായിട്ട് വണ്ടിയിൽ വന്ന്
ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വരുന്നത്. ആളുടെ ആ മാറ്റം കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പം താങ്കളുടെ ഒരു പ്രോബ്ലത്തിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? എനിക്ക് പത്രം വായിക്കാനും അല്ലെങ്കിൽ മൊബൈൽ നോക്കാനൊക്കെ ഇതൊരു തടസ്സം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ വന്ന് ഫസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ളൂ. ഓക്കെ, ഇന്ന് വന്ന് ഇത് കണ്ണിൽ കുറേ മരുന്നും ഒരു 3-5 സ്റ്റെപ്പായിട്ട് ഓരോ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഒരു ഫ്രീ വന്ന മാതിരി തോന്നണം. അപ്പോൾ അതൊരു 4-5 ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് സ്റ്റേജാണ്. ഓക്കെ, ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്കൊരു റിലാക്സേഷൻ തോന്നി തുടങ്ങി. വളരെ റിലാക്സ് ആയ മാതിരി തോന്നുന്നു. ആ ഒരു ടൈറ്റ് പോയി നമുക്ക്. ഈ മുഖത്തേക്ക് ഒരു മസാജും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ. അപ്പോൾ അതൊക്കെ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ സുഹൃത്തിൻ്റെ കറക്റ്റായിട്ട് ആളുടെ വൈഫ് കൈമ പിടിച്ച് കൊണ്ടുവന്ന വ്യക്തിയാണ്. ഇപ്പോൾ ആൾ ജോലിക്ക് പോകുന്നുണ്ട് സ്വന്തമായിട്ട്. ഓക്കെ, അത് 4ാമത്തെ ട്രീറ്റ്മെൻറ്റാണ് ആളുടെ. അപ്പോൾ ആ മാറ്റം കണ്ടിട്ടാണ് ഞാനിപ്പോൾ വന്നത്. ഇനിയുള്ള ചികിത്സാ രീതികളെക്കുറിച്ചൊക്കെ വൈദ്യുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു? അത് ഒറ്റ സ്റ്റേജ് കൊണ്ട് പറ്റില്ല, 4-5 ട്രീറ്റ്മെൻറ്റ് വരുന്ന പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് വെച്ചപ്പോൾ എനിക്ക് നല്ലൊരു മാറ്റം തോന്നണം. ഓക്കെ, അപ്പോൾ പറയാറായിട്ടില്ല. ഇപ്പോൾ ഇനി ഞാൻ പത്രം വായിക്കാനോ മൊബൈൽ വായിക്കാനോ ആൾ പറഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് മാറില്ല, ഘട്ടം ഘട്ടമായിട്ട് ഒരു 4-5 ട്രീറ്റ്മെൻറ്റ് വരുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഒരു 4 ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ നമ്മളൊരു പഴയ അവസ്ഥയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, അപ്പോൾ എൻ്റെ ശരിക്കും ഇതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആൾ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ സുഹൃത്ത്. ഓക്കെ, ആളുടെ മാറ്റം കണ്ടിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ആദ്യം വരുമ്പോൾ എനിക്ക് തീരെ കാണില്ലായിരുന്നു. ഓക്കെ, ഇതിനു മുമ്പ് എന്താണ് ഭാര്യ കൈ പിടിച്ചിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. ഓക്കെ, തപ്പിയിട്ട് വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഫസ്റ്റിൽ തന്നെ വന്ന് ഇതെല്ലാം കുറച്ച് കഴിയുമ്പോഴേക്കും ഒത്തിരി തെളിച്ചം വന്നു. ഓക്കെ, ആദ്യം ആൾക്ക് മുടിയൊന്നും ഉണ്ടായിരുന്നില്ല, മുടിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു മുടി എത്രയുണ്ട് ചോദിച്ചപ്പോൾ നിറയെ മുടിയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 മണിക്കൂർ കഷ്ടാകുമ്പോഴേക്കും എനിക്ക് കണ്ണിത്തിന് നല്ല തെളിച്ചം വന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മുടിയില്ലാത്ത ആളാണില്ല. പിന്നെ 3 മാസം ഉണ്ടാവും. 3ാമത്തെ മാസത്തിൽ ഇപ്പോൾ സുഖമായിട്ട് തൃശ്ശൂർ പോകാൻ, ഒറ്റയ്ക്ക് എവിടെ വേണമെങ്കിലും പോകാം. വലിയൊരു ആശ്വാസമായിരുന്നു. ഇതിനു മുമ്പ് മറ്റുള്ള ചികിത്സകൾ എന്തെങ്കിലും തേടിയിട്ടുണ്ടായിരുന്നു? തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു. വേറെ നമ്മുടെ അലോപ്പതി നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങനെ ചെയ്തപ്പോൾ വലിയ എന്നാലും ഒന്ന് ശരിയായി. പക്ഷേ അത് വീണ്ടും അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതൊരു താൽക്കാലിക ശമനം മാത്രമേ മാത്രമേ. അപ്പം അത്രയും ശരിയായിട്ട് ഇങ്ങോട്ട് കിട്ടിയില്ല. ഇവിടെ വന്നപ്പോൾ എനിക്ക് സുഖമായിട്ട് ഓടി നടക്കാൻ അത്യാവശ്യം എനിക്ക് ആശാരിയാണ് ഞാൻ. അപ്പോൾ ആശാരി പണിക്ക് പോവുകയും ചെയ്യാം. ഇപ്പോൾ ഒരുപാട് പേർ താങ്കളിലേക്ക് എത്തുന്നു, അവരൊരു സൗഖ്യം പ്രാപിച്ചു പോകുന്നു. അതുപോലെ തന്നെ ഇനിയുള്ള താങ്കളുടെ മനസ്സിലുള്ളൊരു ലക്ഷ്യം, താങ്കൾ ഒരുപാട് അറിവുകൾ നേടാൻ താങ്കൾ ഏത് വഴിയും തിരഞ്ഞെടുക്കും എന്ന് നമുക്ക് മനസ്സിലായി. ഏത് യാത്രയും ചെയ്യും, എത്ര ദിവസം വേണേലും അതിനുവേണ്ടി പ്രയത്നിക്കും എന്നും നമുക്ക് മനസ്സിലായി. ഇനി താങ്കളുടെ ലക്ഷ്യം എന്താണ്? എൻ്റെ ലക്ഷ്യം എൻ്റെ ഈ അറിവുകൾ പകർന്നു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അതായത് ഞാൻ ഇപ്പം ഒരു 3-4 ഡോക്ടർമാരുണ്ട്, നമ്മുടെ ഡോക്ടർമാർ പഠിപ്പിച്ചു കൊടുത്തേക്കുന്ന ഡോക്ടർമാരുണ്ട്. അതിപ്പോൾ ചെയ്യുന്നുണ്ട്. മക്കൾക്കും എൻ്റെ മക്കൾക്കും എല്ലാം ഇത് പറഞ്ഞപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അതാ ഞാൻ പറഞ്ഞത്, ഇപ്പം ഇത് ഓരോ വ്യക്തികളും ഓരോ വീട്ടിലുള്ള ആളുകൾക്കും ഈ അറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ കണ്ണിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ഒരു വലിയ പ്രശ്നമാണ്. കണ്ണുള്ള ആരോഗ്യമുള്ള ആൾക്കാരില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താ? നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. ഇപ്പം എനിക്ക് സംബന്ധിച്ച് എൻ്റെ ഉപജീവനത്തിനുള്ള അല്ലെങ്കിൽ എൻ്റെ ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണത്തിനും വസ്ത്രത്തിനും അല്ലെങ്കിൽ കിടക്കാനുള്ള സൗകര്യത്തിനുള്ള പണം മതി എനിക്ക്, അല്ലാണ്ട് കൂട്ടിയേക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എന്റെ ഒരു 1 കോടി രൂപ 2 കോടി രൂപ ഉണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കാതെ വേണം നമുക്കത് മൊത്തം തിന്നു തീർക്കാൻ കഴിയല്ലോ. ഇതിന്റെ ആവശ്യത്തിനുള്ളത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ഈ അറിവ് എന്നത് എനിക്ക് ജീവിക്കാം. ഇനി എനിക്ക് വേറെ പണം ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹമില്ല. അപ്പൊ ഈ അറിവ് ഷെയർ ചെയ്ത് എല്ലാവർക്കും അത് ഉപകാരപ്പെടുന്ന തരത്തിലേക്ക് മാറണം. കാരണം 27 വർഷമായിട്ട് കണ്ണ് കാണാത്ത ഒരാള്, അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വൈദ്യരെ എൻ്റെ മോൾക്ക് ഇപ്പൊ 27 വയസ്സായി, എനിക്ക് എൻ്റെ മുഖം ഒന്ന് കാണണം എന്ന് പറയാൻ കാര്യമുള്ളൂ. അങ്ങനെ പറയുന്നത് അവിടെ എനിക്ക് എന്താ നിസ്സഹായനാണ്. എന്ത് ചെയ്തിട്ട് അയാൾക്ക് കാഴ്ച കൊടുക്കുക? അപ്പം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിൽ നിന്ന് ഒരു പൈസ മേടിച്ചില്ല. ഞാൻ നിങ്ങൾ വന്ന് ഇത് ചെയ്തു നോക്കുക, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് കാഴ്ച കിട്ടുമ്പോൾ ഉറപ്പ് വരാൻ പറ്റില്ല. നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക. ഞാൻ വന്ന് ഇപ്പൊ അയാൾക്ക് വെളിച്ചം കാണുന്നുണ്ടെന്നാണ്. ഇപ്പൊ ലൈറ്റ് ഇടുവാണെങ്കിൽ ഒരു വെളിച്ചം, ലൈറ്റ് കാണിയല്ല, പക്ഷേ ഒരു വട്ടം വരുന്നതാണ്. അപ്പൊ വൈദ്യുതി എനിക്ക് കാഴ്ച കിട്ടും. ഞാൻ പ്രാർത്ഥിക്കുക. നമ്മളിപ്പോ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് പറയുന്ന ഒരു വാക്കാണ് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ദൈവത്തോട് ഇത് പറയാന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. അപ്പൊ ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ടാണ് ഞാൻ കണ്ടത്. ഞാൻ ഈ മനുഷ്യനെ ഒന്ന് സമാധാനിക്കണ്ടേ, അവർക്ക് സാന്ത്വനം കൊടുക്കട്ടെ, അതിനുവേണ്ടി പറയുന്നത് മാത്രം.
അറിയത്തില്ല, എനിക്കറിയത്തില്ല അത് എങ്ങനെയാവുന്നു. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വരുന്ന ഓരോ രോഗികളെയും എനിക്കൊരു ഉറപ്പും പറയാൻ കഴിയില്ല. മനസ്സിലുണ്ടോ? അവർക്ക് വ്യത്യാസം ഉണ്ടെന്ന് അവർ പറയുന്നതല്ലാണ്ട് എനിക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം നിങ്ങൾക്ക് കാഴ്ചയ്ക്ക് എന്തുമാത്രം പ്രശ്നം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ എത്രമാത്രം ചികിത്സ കഴിഞ്ഞിട്ട് എത്രമാത്രം മാറ്റം ഉണ്ടായെന്ന് നിങ്ങൾ പറയുന്ന ഒരു അറിവില്ലേ ഉള്ളൂ. നമുക്ക് അളന്നെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്കൊരു സാധനത്തിന്റെ ആണെങ്കിൽ നീളവും വീതിയും പിടിച്ചിട്ട് ഇത്ര നീളമുണ്ട് ഇത്ര വീതി ഉണ്ടെന്ന് പറയാൻ കഴിയും. ഈ ഒരു സാധനം അത് പറയാൻ പറ്റില്ല. പിന്നെ ഉള്ളത് നമുക്ക് ആളുടെ ഹെൽത്ത്. ഇപ്പൊ നിങ്ങൾ ഒരു രോഗിയാണെങ്കിൽ ആദ്യമേ വന്നിപ്പം മറ്റേ ദാസ് എന്ന് പറഞ്ഞിട്ട് ദേവൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നില്ലേ. അപ്പൊ അയാൾ ആദ്യമേ വന്നപ്പോ രണ്ടുപേര് കൈ പിടിച്ചിട്ടായിരുന്നു വന്നിരുന്നത്. ഇന്ന് അയാള് ഒറ്റയ്ക്ക് വന്നു. അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കാണുമ്പോൾ നമുക്ക് പറയാം, ഓ ഒന്ന് നിങ്ങൾ ആളെ കൂട്ടി വന്നു, ഇപ്പൊ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെയുള്ള മാറ്റം പറയാൻ പറ്റും. മറ്റേ ആരും നമുക്ക് കാഴ്ച നമുക്ക് അളക്കാൻ കഴിയില്ല. ഇത് രോഗി പറയുന്നതാണ്. അതെ, എന്തായാലും താങ്കളുടെ ഈ ഒരു ട്രീറ്റ്മെന്റ് തങ്ങളുടെ എല്ലാവിധ മെഡിസിനും എല്ലാവർക്കും ആശ്വാസകരമാട്ടെ. എങ്കിലും പ്രധാനമായും കണ്ണിന്റെ ചികിത്സ ഒരുപാട് പേർക്ക് അവർക്ക് അവരുടെ കുടുംബത്തിന് തന്നെ ഒരു വെളിച്ചമാകുവാൻ താങ്കളെ കൊണ്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രോഗ്രാമിന്റെ ടൈം ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് താങ്കളുടെ ഈ ഒരു വിജയകരമായിട്ടുള്ള ചികിത്സ അല്ലെങ്കിൽ മരുന്നുകളുടെ ജീവിത യാത്രയിൽ കുടുംബത്തിന്റെ വിശേഷങ്ങളെ കുറിച്ച് പങ്കുവെക്കുകയാണെങ്കിൽ ആരൊക്കെയാണുള്ളത്? 4 മക്കളുണ്ട്. ഓക്കെ. 2 മക്കള് ഈ ഫീൽഡിൽ തന്നെ എന്റെ കൂടുതലുണ്ട്. മോളും ഈ ഫീൽഡിലാണ്. അവള് കെട്ടിച്ചു വിട്ടായിരുന്നു കുടുംബത്തിൽ. അവിടെ പേഷ്യന്റ് അവിടെ വരുമ്പോ അവിടെ ചെയ്യുന്നു മാത്രം. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത് കുറെ പ്രൊഡക്റ്റുകളുണ്ട്. നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പറ്റുന്ന കുറെ പ്രൊഡക്റ്റുകളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഏതൊരു രോഗിയോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ശരീരത്തെ ക്ലീൻ ചെയ്യുകയും ശരീരത്തെ ബലപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു സാധനം എൻ്റെ കയ്യിലുണ്ട്. ഇത്രയും ഒക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിലും, ഇത്രയും നേത്ര ചികിത്സാ മേഖലയുമായിട്ട് വിജയം നേടിയിട്ടുണ്ടെങ്കിലും താങ്കളുടെ കയ്യിലുള്ള ഒരു അമൂല്യ വസ്തുവുണ്ട്. കാരണം ഒരു മനുഷ്യ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യ ഘടകമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. ആ ഒരു പ്രൊഡക്റ്റ് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് പങ്കുവെക്കാം. ഇത് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ സന്തോഷ് സാറുമായിട്ട് സംസാരിക്കാം. നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് അദ്ദേഹം തന്നെ കൈമാറും. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഒരു സർവ്വരോഗ സംഹാരി എന്ന് പറയുന്ന കഷായ കൂട്ടാണ്. ഓക്കെ. ഒരു 3 തരത്തിലുള്ള വേരുകളാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ. ശങ്കരമരത്തിന്റെ വേര് ഞാൻ പറഞ്ഞു തരുവാണ്. നിങ്ങൾക്ക് എവിടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് ഉപയോഗിക്കാം. ശങ്കരമരത്തിന്റെ വേര്, തഴുതാമയുടെ വേര്, തൊട്ടാവാടി വേര്, ഈ വേരുകൾ ആണ് ഉപയോഗിക്കുന്നത്. ഈ വേരുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അത് സമാസമയം എടുത്ത് ഇത് കഷായം വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള നീർക്കെട്ട്, കൊഴുപ്പ്, ഈ 2 സാധനങ്ങൾ വെളിയിൽ പോകും. ഇത് നമ്മുടെ ഫാറ്റി ലിവർ ആയിക്കോട്ടെ, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, എന്ത് സാധനം ഉണ്ടെങ്കിലും ഈ സാധനം പുറത്തേക്ക് പോകും. ഇത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ ശരീരത്തിലെ നാഡിഞരമ്പുകൾ ലൂസായി ഇല്ലേ. ലൂസായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലഡ് സർക്കുലേഷനൊക്കെ ഈസിയാവും. ഇത്രയേ ഉള്ളൂ അതിനകത്ത് നടക്കുന്ന കാര്യം, ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ശരീരത്തിനെ പവറാക്കാനുള്ള, ആരോഗ്യപ്പെടുത്താനുള്ള ഒരു പവർ പ്ലസ് പവർ എന്നൊരു പൗഡറാണ്. അത് 1 ടീസ്പൂൺ പൊടി എടുക്കുക, 2 ടീസ്പൂൺ റാഗിപ്പൊടിയിൽ കലക്കിയിട്ട് നമ്മൾ പായസം പോലെ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഒന്നെങ്കിൽ രാവിലത്തെ ഭക്ഷണമാക്കുക അല്ലെങ്കിൽ വൈകിട്ടത്തെ ഭക്ഷണമാക്കുക, ഇത് കഴിക്കുക. ഇത്രയും കഴിച്ചാൽ നമുക്ക് ശരീരത്തിന് ആരോഗ്യം ഉണ്ടായി. നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഒരേപോലത്തെ ഭക്ഷണം ആയിരിക്കും. അപ്പൊ അതിനുള്ള ശരീരത്തിന് പോഷകാംശം എല്ലാം കിട്ടണമെന്നില്ല. പക്ഷെ ഈ ഒരു സാധനം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് അന്നത്തേക്ക് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഞാൻ കാട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ ഇത് രാവിലെ ഇതൊരു 2 ഗ്ലാസ് കഴിച്ചിട്ടാ പോവാ. അതേ വൈകുന്നേരം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോ ഇങ്ങനെ എന്റെ ഈ പ്രായത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്റെ ആരോഗ്യസ്ഥ ഇതാണ്. നമ്മൾ ഒരു നേരം, നമ്മളൊരു 45 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നേരം ഭക്ഷണം കഴിക്കുക. ഉച്ചയ്ക്ക് മാത്രം നല്ല ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കുക. രാവിലത്തെയും വൈകിട്ടേയും ഭക്ഷണം, ജ്യൂസുകളോ ഡ്രൈ ഫ്രൂട്ട്സുകളോ ഇങ്ങനെ കഴിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ട് മരിക്കുക. അതല്ലെങ്കിൽ നരകിച്ച് മരിക്കും, കരഞ്ഞു മരണം എന്തായാലും ഉറപ്പാണ്. ഓക്കെ. എന്തായാലും വളരെയധികം സന്തോഷം സന്തോഷ് സാർ. താങ്കളുടെ പ്രവൃത്തികൾ, അറിവുകൾ ഒരുപാട് ജനങ്ങൾക്ക് ഗുണം ചെയ്യട്ടെ. താങ്കളുടെ ഭാവി പരിപാടി, ഈ ഒരു അറിവുകൾ താങ്കൾ അത് പങ്കുവെക്കാൻ കാണിക്കുന്ന മനസ്സ് തന്നെ വളരെ വലുതാണ്. തീർച്ചയായിട്ടും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഈ സന്തോഷ് സാറിനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റുകൾ ഏത് സമയത്ത് വിളിച്ചാലും അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് ലഭ്യമാണ്, അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ്. എന്താവശ്യമുണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. വളരെയധികം സന്തോഷം സാർ, ഇത്രയും സമയം വിരുന്നിൻ്റെ ലോകമെമ്പാടുമായുള്ള പ്രഷറുമായി പങ്കുവച്ചതിന്. താങ്ക് യു.